ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ്. ആ ക്ലോസ്ഡ് സൊസൈറ്റിക്കുള്ളിൽ ക്ലോസ്ഡ് സൊസൈറ്റി ആയിരുന്നു മലയാളികളുടെ ജാതിബോധം എന്നുള്ളതാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ആളുകൾക്ക് വസ്ത്രം ഇല്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ വളരെ കൃത്യമായി ചെന്ന് നിൽക്കുന്നത് ജാതി നിയമങ്ങൾ എന്ന ഒരു സിസ്റ്റത്തിനുള്ളിലേക്കാണ്. ഇന്ത്യൻ സങ്കല്പത്തിന് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് സനാതനധർമ്മം. കാര്യം അത് നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ നായർ വിഭാഗത്തിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാലും ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കാണുന്നത്. 1930-കളിൽ പോലും ഈ ഇല വാങ്ങിച്ച് അതിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളുടെ ഇപ്പോഴത്തെ ജനറേഷനാണ് വേറൊരു വലിയ തരം വീരവാദങ്ങൾ മുഴക്കുന്നത്. മിഷണറിമാരെ വളരെ കൃത്യമായി ഉപയോഗിച്ച് ഇവിടുത്തെ അപ്പർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇതിന് യാതൊരു തർക്കവുമില്ല. ഈ ക്രിസ്ത്യാനിറ്റിക്കുള്ളിലെ കാസ്റ്റ് എന്നുള്ളതിന് നമുക്കൊരു റിസർച്ചിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഞായറാഴ്ചത്തെ പത്രം മാത്രം എടുത്ത് നോക്കിയാൽ മതി. നമസ്കാരം. ചരിത്രകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ വിനിൽ പോൾ ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. വിനിൽ പോൾ, സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ചരിത്രം പറയാം എന്ന് വെച്ചിട്ടാണ് ഉദ്ദേശം. സോ നമുക്കൊന്ന് തുടങ്ങിയാലോ? അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും റീസെൻ്റായിട്ട് നടന്ന ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ മേൽവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. അപ്പോൾ പലതരം അഭിപ്രായങ്ങൾ വന്നു, സ്വാഭാവികമാണ്. പല സമുദായങ്ങൾ തമ്മിൽ പല അഭിപ്രായങ്ങൾ വന്നു. പക്ഷേ ഇതിലൊരു കോമൺ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മേൽവസ്ത്രം എന്ന ഒരു രീതി. ഞാൻ രീതി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അത് ഇല്ലാതിരുന്ന ഒരു സെക്ടേറിയൻ പീപ്പിൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ മേൽവസ്ത്രം എന്ന രീതി നമ്മുടെ സമുദായങ്ങൾക്കിടയിൽ വന്നു തുടങ്ങിയത് എപ്പോഴാണ്? അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? അത് സ്വാഭാവികമായിട്ട് നമ്മളൊരു കൊളോണിയൽ ആധുനികരുടെ പരിസരത്തിൽ തന്നെയാണ് ഈ വക ഒരു ബോധം മനുഷ്യർക്കുണ്ടായി വരുന്നത്. അപ്പോൾ അതിന് ചരിത്രകാരന്മാർ ക്രിട്ടിക്കലായിട്ട് കാണുന്ന ഒരു വിഭാഗമുണ്ട്. ഇതൊരു കൊളോണിയൽ മോഡേണിറ്റിയുടെ ഭാഗമായിട്ടൊരു വിക്ടോറിയൻ മൊറാലിറ്റിയുടെ അടിച്ചേൽപ്പിക്കലാണെന്നും അതുപോലെ ഇംഗ്ലണ്ടിൽ കുറേ തുണികൾ കെട്ടിക്കിടക്കുകയാണ്, അതിന് വലിയൊരു മാർക്കറ്റ് കണ്ടെത്താനാണ് മലയാളികളെയും ഇന്ത്യക്കാരെയും ഒക്കെ വസ്ത്രധാരണ പഠിപ്പിച്ച് എന്നൊക്കെ പറയും. ലങ്കാഷെയറിലും മാഞ്ചസ്റ്ററിലും ഒക്കെ ഒരുപാട് തുണികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറയുന്ന ആർഗ്യുമെൻറ്റുകൾ. അങ്ങനെ പല രീതിയിൽ ഇതിനെ സാമൂഹ്യശാസ്ത്രവും ചരിത്രവും വളരെ ഗൗരവമായ രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എലീസ എഫ് കെൻറ്റിനെ പോലുള്ള പണ്ഡിതരൊക്കെ കൺവേർട്ടിംഗ് വിമൺ പോലുള്ളതിനകത്തൊക്കെ പ്രത്യേകിച്ച് അപ്പർ ക്ലോത്ത് റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ പഠനങ്ങളും. തെക്കൻ തിരുവിതാംകൂറിലെ നാടാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സ്ത്രീകളുടെ മേൽവസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറുന്നത്. അപ്പോൾ അതിൻ്റെ പഴയ ഡോക്യുമെൻറ്റുകളൊക്കെ പരിശോധിച്ചാൽ 1950-കളിലൊക്കെ ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഈ മലയാളികളുടെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ ആളുകളുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പോലും നടക്കുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു പൊതു ധാരണയും അതുപോലെ ഇവിടുത്തെ ഒരു തീവ്ര ഹിന്ദുത്വ ശക്തികളുമായിട്ടുള്ള ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ഇവിടുത്തെ വസ്ത്രധാരണയുടെ ചെറിയ പ്രശ്നങ്ങളും ഇതുപോലെ ഉദാഹരണം പറഞ്ഞാൽ ഇവരിപ്പം ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വളരെ നല്ലതായിരുന്നു. ഇവിടെ അതുകൊണ്ട് പ്രശ്നം വസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അല്ലാതെ മാനവും അഭിമാനത്തെ സംബന്ധിച്ചുള്ളൊരു ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. കാര്യം അന്നത്തെ മനുഷ്യർ അങ്ങനത്തെ ജീവിതമായിരുന്നു എന്നുള്ളത് പറയുന്നു. പക്ഷേ അവിടെ നിശബ്ദമായി പോകുന്നൊരു പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാലാവസ്ഥ നല്ലതായ കൊണ്ടൊന്നുമല്ല. നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ ഒരിക്കലും ഒരേ കാലാവസ്ഥ നിൽക്കുന്ന പ്രദേശങ്ങളല്ല കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും. വ്യത്യസ്ത കാലാവസ്ഥകൾ വരുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഇവർ പറയാതിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കേരളത്തിലെ ആളുകൾക്ക് വസ്ത്രം ഇല്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ വളരെ കൃത്യമായി ചെന്ന് നിൽക്കുന്നത് ജാതി നിയമങ്ങൾ എന്ന ഒരു സിസ്റ്റത്തിനുള്ളിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പല രീതിയിൽ പറയുന്നുണ്ട്. വസ്ത്രങ്ങളില്ലാത്തതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇപ്പം കേരളം പരശുരാമൻ സൃഷ്ടിച്ച ഒരു പ്രദേശമാണ്, ബ്രാഹ്മണർക്ക് ദാനം കൊടുത്താണ്. അപ്പോൾ ഇവിടെ ഇത്ര ക്ഷേത്രങ്ങൾ ഉണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊരു വിശുദ്ധ ഭൂമിയാണ്. അപ്പോൾ ആ വിശുദ്ധ ഭൂമിയിൽ ഒരിക്കലും മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന സങ്കല്പമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണമാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ താഴ്ന്ന ജാതിക്കാരോ സ്ത്രീകളും, അതിപ്പോൾ മേൽജാതി സ്ത്രീ ആണെങ്കിലും താഴ്ന്ന ജാതി സ്ത്രീ ആണെങ്കിലും മേൽവസ്ത്രം പാടില്ല എന്നുള്ളൊരു കർശന നിയന്ത്രണം വരുന്നു. അതേസമയം നമ്മൾ കൊളോണിയലിസത്തിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പം ഇപ്പോൾ വില്യം ലോഗൻ മലബാർ മാനുവലൊക്കെ എഴുതി വില്യം ലോഗൻ വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. അദ്ദേഹം ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഹിസ്റ്ററി എഴുതുന്നുണ്ട് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ വന്നതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാന പോയിന്റ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം കാലിക്കോ എന്ന് പറയുന്ന തുണിയുടെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിവിടെയാണ് ലഭിക്കുന്നത്. അതായത് വസ്ത്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ, പക്ഷേ മനുഷ്യർക്ക് വസ്ത്രം ഇടാൻ പറ്റത്തില്ല. അപ്പം വസ്ത്രം ഇല്ലാത്തതോ അതായത് വസ്ത്രങ്ങളെക്കുറിച്ചുള്ളൊരു അറിവില്ലായ്മയോ ഒന്നുമല്ല ഇവിടുത്തെ ഒരു പ്രധാന വിഷയമായിട്ട് നൽകുന്നത്. അപ്പോൾ ഇവിടെ
ജാതി നിയമങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡച്ച് സോഴ്സിനകത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1498 മുതൽ തന്നെ കൃത്യമായ ഒരു യൂറോപ്യൻ പ്രസൻസ് കേരളത്തിലുണ്ട്. പോർച്ചുഗീസുകാർ വരുന്നു, അതിനുശേഷം ഡച്ചുകാർ വരുന്നതോടുകൂടി കാര്യം കുറഞ്ഞും കൂടെ വിപുലമായി വരും. അപ്പോൾ ഇവർ വരുന്ന കുറേയധികം കമ്പനിയിലെ കച്ചവടക്കാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെയാണ് അവരുടെ ഡൊമസ്റ്റിക് സ്ലേവ്സൊക്കെ ആയിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവരുടെ സെർവന്റുമാരായിട്ട് നിരവധി ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ വസ്ത്രം കൊടുക്കും, ബ്ലൗസും മേൽവസ്ത്രങ്ങളും ഒക്കെ കൊടുക്കുന്നതൊക്കെ കാണുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഡച്ച് പീരീഡിൽ ഈ 1700കളുടെ ഒരു അവസാന ഭാഗത്തിൽ ഈ മലബാറിലെ ഒരു ഡച്ച് വ്യാപാരിയായിട്ടുള്ള ഒരാൾ, അപ്പോൾ അവരുടെ ഭാര്യയുമുണ്ട്, അവർക്ക് കുറേ സെർവൻറ്റുകളുണ്ട്, മലയാളികളായിട്ടുള്ള സെർവൻ്റ്. അപ്പോൾ ഇവർക്ക് ബ്ലൗസ് കൊടുക്കുന്നു. അപ്പോൾ ഇവരെന്തോ കച്ചവട സംബന്ധമായിട്ടുള്ള ആവശ്യത്തിനാണ് ആറ്റിങ്ങൽ റാണിയെ സന്ദർശിക്കാൻ പോകുന്നു ഒരാവശ്യം വരും. അങ്ങനെ ഇവർ പോകുമ്പം സ്വാഭാവികമായിട്ട് ഇവരുടെ സെർവൻറ്റുമാരും സ്ത്രീകളും ഇവരുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ ചെന്നു ആറ്റിങ്ങൽ റാണി എടുത്തിരുന്നു. ആറ്റിങ്ങൽ റാണി യാതൊരു നൂൽബന്ധമില്ല നിൽക്കുന്ന അവസരമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ മലയാളിയായിട്ടുള്ള സ്ത്രീ ബ്ലൗസ് ധരിച്ച് നിൽക്കുന്നു എന്ന കാരണത്താൽ അവരുടെ ബ്ലൗസ് വലിച്ച് കീറുകയും അങ്ങനെ ഈ യൂറോപ്യൻസിൻ്റെ പ്രസൻസിൽ അവരുടെ മാറുടെ മുറിച്ച് കളയുവാണ്. സ്വാഭാവികമായിട്ടും മരണപ്പെട്ട് കാണും ആ സ്ത്രീ. അപ്പോൾ അത്രത്തോളം, അതായത് അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ, വളരെ നിസ്സാരം. ഈ ഒരു സ്ത്രീ ബ്ലൗസ് ധരിച്ചു, വസ്ത്രം ധരിച്ചു എന്നുള്ളൊരു കാരണത്താൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ. പക്ഷേ അതേസമയം നമ്മൾ നങ്ങേലിയുടെ ഒരു മിത്ത് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. വേറൊരു മാരുടെ മുറിച്ചതിൻ്റെ ഒരു ഹിസ്റ്ററിയെ സംബന്ധിച്ച് നമുക്കൊരു റിട്ടേൺ ഡോക്യുമെൻറ്റുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ റിട്ടേൺ ഡോക്യുമെൻ്റ് ലഭ്യമായിട്ടുള്ളൊരു തെളിവിൽ മാരുടെ മുറിച്ച കേസ് ആറ്റിങ്ങൽ റാണിയുടെ പ്രസൻസിൽ ഇങ്ങനെ വസ്ത്രം ധരിച്ചു എന്ന കാരണത്താണ്. അപ്പോൾ ഇതിങ്ങനെ തുടരുകയാണ് വ്യാപകമായ രീതിയിൽ. കേരളത്തിൽ ആളുകൾ ഈ കൊളോണിസത്തിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻകാരുടെ പ്രസൻസിൻ്റെ ഒരു പിൻബലത്തിൽ ആളുകൾ, സ്ത്രീകൾ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുന്നു. ഇത് വലിച്ചു കീറുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്, ജാതി നിയമം ലംഘിക്കുന്നു എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒരു കാരണമല്ല. അതായത് അവർ വസ്ത്രം ധരിച്ച് അമ്പലത്തിൽ കയറാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വസ്ത്രം ധരിച്ച് പൊതു റോഡിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതല്ല. വസ്ത്രം വീട്ടിലിരുന്നാളും ധരിച്ചു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമാണ്, നിങ്ങൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്തു എന്നുള്ളൊരു സങ്കല്പമാണ്. ജാതിയുമായിട്ടാണ് വളരെ കൃത്യമായത് ബന്ധപ്പെട്ടത്. ജാതി നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വസ്ത്രധാരണ നിയന്ത്രണം വന്നിരുന്നത്. ഇത് മറ്റിടങ്ങളിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഒരിക്കലും നമ്മൾ കാണത്തില്ല. ഇപ്പം രാമായണ മാസത്തിൻ്റെ കാര്യം തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, രാമായണ മാസം വേറെ ഒന്നുമില്ല, നമുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ വേറൊരു രൂപത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഹിന്ദുത്വ സിസ്റ്റവും ജാതി നിയമങ്ങളും മലയാളികളുടെ വേറിട്ടൊരു രൂപത്തിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വസ്ത്രധാരണ കർശനമായി നിയന്ത്രിച്ചിരുന്നത് ഈ ജാതിയുടെ ഒറ്റ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാലം കഴിയുമ്പോൾ എല്ലാം മാറി 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 വന്നിട്ടുണ്ട്. മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശവും എല്ലാം വന്നിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സില്ലേ, ആ ഒരു ധരിക്കാൻ അവർ കീഴ്ജാതിക്കാർക്ക് അവരുടെ അവകാശം, സ്വാഭാവികമായ ഒരു അവകാശമായ മേൽവസ്ത്രം ധരിക്കാനുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടാകുമല്ലോ. ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അത് നമ്മൾ കാണുന്നത് ഈ പല യൂറോപ്യൻ കമ്പനികളും കേരളത്തിൽ കച്ചവടത്തിന് വന്നെങ്കിലും, ഇപ്പോൾ ഡെൻമാർക്കും ഇംഗ്ലണ്ടും പോർച്ചുഗീസ്, ഡച്ച് അങ്ങനെ പല ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ബ്രിട്ടീഷുകാരുടെ ഒരു പീരീഡോട് കൂടിയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്നത്. ഒരു ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഇറങ്ങി. അതിന് പല കാരണങ്ങളുണ്ട്. അവരുടെ ഒരു എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അങ്ങനെ പല കാര്യകാരണങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു പീരീഡ് മുതൽ തന്നെയാണ്, അതായത് 19th സെഞ്ച്വറി, അതായത് ബ്രിട്ടീഷ് പ്രസൻസിൽ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെ ചലഞ്ച് ചെയ്യാൻ ആളുകൾ ശ്രമിക്കുന്നത്. അത് പല രൂപത്തിൽ, അതിനുള്ളിൽ തന്നെയാണെങ്കിലും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കാസ്റ്റിനെക്കുറിച്ചും അല്ലെങ്കിൽ കാസ്റ്റ് ഓപ്പറേഷനും ഹിന്ദു സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഒരു വിമർശനങ്ങൾ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ ഒരു പീരീഡിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ശ്രീനാരായണ ഗുരു ഉയർന്നു വരുന്നത്, ഈഴവർ നൂറ്റാണ്ടുകളായിട്ടുണ്ട്, അല്ലെങ്കിൽ നായന്മാർ നൂറ്റാണ്ടുകളായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ചട്ടമ്പിസ്വാമി 19th സെഞ്ച്വറിയിൽ മാത്രം ഫോം ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ ഒരു ഈഴവനായിട്ടുള്ള ശ്രീനാരായണ ഗുരു എന്തുകൊണ്ടാണ് ഒരു 19th സെഞ്ച്വറിയിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു പുലയനായ അയ്യങ്കാളി വരുന്നത്? അപ്പോൾ ഇതെല്ലാം ഇതേ അവസ്ഥകളും പ്രശ്നങ്ങളും ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ആൾ പോലും ഉദയം ചെയ്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുകൊണ്ട് ഒരു ജാതിയിൽ നിന്നും ഒരു മനുഷ്യൻ പോലും ഉദയം ചെയ്തിട്ടില്ല. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ അംബേദ്കറുടെയാണ് നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റിൽ കാണുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ എല്ലാ ജാതിയും ഇടയിൽ നിന്നും ആളുകൾ ഉയർന്നു വരുന്നത്, അവിടെയും കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു നിരീക്ഷണം ആളുകൾക്ക് ബോധ്യമായി വരുന്നത് ഈ ഒരു 19th സെഞ്ച്വറി ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമാണ്. അപ്പോൾ അതിന് പ്രധാനമായും ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഒരു ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രചരണമാണ്. ഒരു വളരെ എഴുത്തും വായനയിലേക്കും ആളുകൾ പ്രവേശിക്കുന്നത്, വിദ്യാഭ്യാസം നേടുന്നതിൻ്റെ ഒരു സാഹചര്യം ആണ് വളരെ ബേസായിട്ട് നിൽക്കുന്നത്. ഇതിന് ബേസായിട്ട് വരുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് വരുന്നതോടുകൂടിയാണ് ആളുകൾ വായിക്കാനും എഴുതാനും ഒക്കെ ഉള്ളൊരു ശ്രമങ്ങൾ നടത്തുകയും പഠിക്കുകയും ചെയ്യുന്നു. പുതിയ തൊഴിലിടങ്ങളൊക്കെ വരുന്ന ഒരു പശ്ചാത്തലമൊക്കെ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിൽ കുറേ കാരണങ്ങൾ വരുന്നു. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ആളുകൾ വസ്ത്രത്തെക്കുറിച്ചുള്ള ആലോചനയും വസ്ത്രം ധരിക്കണം എന്നുള്ളൊരു സങ്കല്പമൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിനെയാണ് ഈ ഒരു ഞാൻ പറഞ്ഞ വിക്ടോറിയൻ മൊറാലിറ്റിയൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ചില
നാടവും മാനവും സംബന്ധിച്ചുള്ള യൂറോപ്യന്മാരുടെ ഒരു സംവിധാനം നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് നമ്മൾ മാതൃകയാക്കിയതുകൊണ്ടാണ് വസ്ത്രത്തെക്കുറിച്ചുള്ളത്. പക്ഷെ അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ മലയാളികൾ ചലഞ്ച് ചെയ്യാൻ ശ്രമിച്ചത് സ്വാഭാവികമായിട്ടും ജാതിയെ തന്നെയാണ് ചലഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് നാടാർ സ്ത്രീകളുടെ കലാപത്തെ പരിശോധിച്ചാലും അതല്ലെങ്കിൽ മറ്റു പല സ്ത്രീകളും ഇപ്പോൾ കല്ലുമാല പോലുള്ള സമരങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലം തന്നെ നമുക്കറിയാം. അവിടെ നമ്മൾ വസ്ത്രത്തിലുപരിയായി ഇവരുടെ ഈ ഒരു നൂറ്റാണ്ടുകളായിട്ട് പുലേരി വസ്ത്രം ഈ കല്ല് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു അയ്യങ്കാളുടെ സമയത്ത് അല്ലെങ്കിൽ 19th സെഞ്ചുറിയുടെ അവസാനം അല്ലെങ്കിൽ 20th സെഞ്ചുറിയുടെ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് ഒരു കല്ലുമാല ഒരു ഭാരമായി കാണാൻ സാധിക്കും? അപ്പോൾ ആ ഒരു ബോധം ഉണ്ടായി വരുന്നത് ആ ഒരു കൊളോണിയൽ മോഡേണിറ്റിയുടെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അത് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ളതാണെങ്കിലും വസ്ത്രത്തെക്കുറിച്ചാണെങ്കിലും മനുഷ്യനെക്കുറിച്ചുള്ളതാണെങ്കിലും എല്ലാ ഒരു സങ്കല്പം ആ ഒരു ബ്രിട്ടീഷ് പീരീഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അത് ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ ആളുകൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ വന്ന് സാഹചര്യത്തിനെ മുതലെടുത്തുകൊണ്ട് മലയാളികളുടെ ഒരു ക്രിട്ടിക്കൽ ചിന്താഗതി അവിടെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ്. അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കൊളോണിയൽ ചിന്താഗതിയിൽ കൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു രീതി എന്ന് പറയുമ്പോഴും അവിടെ പ്രാദേശികമായ ഇടപെടലുകളില്ല എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ലല്ലോ. പ്രാദേശികമായിട്ട് ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം ഈ മോഡേണിറ്റിയെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ പറയുന്ന അത് സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ അവരുടെയായിരുന്നു. ഒരു കൊളോണിയൽ പ്രോഡക്റ്റ് ആയിരുന്നു, എല്ലാം മാറ്റിയത് അവരായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ എൻഗേജ് ചെയ്യുന്നത് ഭയങ്കര ഭയന്നുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളിലും. അപ്പോൾ അത് ഇവർ സ്വയമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കി എന്ന് പറയുന്നു ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ മിഷണറിമാർ വന്ന് പള്ളിക്കൂടങ്ങൾ തുറന്ന് പഠിപ്പിച്ചു. അതിൻ്റെ അകത്ത് എല്ലാവരും പോയി പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നത്. എന്നാൽ നമ്മൾ പല ഡോക്യുമെൻറ്റുകൾ വീണ്ടും സൂക്ഷ്മമായി ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ സ്കൂളുകളിൽ പോകാൻ ആളുകൾക്ക് ഭയമുണ്ട്. അപ്പോൾ പല പല കുപ്രചരണങ്ങളും റൂമേഴ്സും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോയാൽ നിങ്ങളുടെ പിള്ളേരെ പിടിച്ച് അടിമകളാക്കി വിൽക്കും. ഇങ്ങനെ ബ്രിട്ടീഷുകാർ അവിടെ ഒരു സ്ഥലത്ത് ഒരു സ്വർണ്ണഖനി വെച്ചിട്ടുണ്ട്. അവിടെ കുറേ എലികളുണ്ട്, എലികൾക്ക് തിന്നാൻ പിള്ളേരെയാണ് ആവശ്യം. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇവരിങ്ങനെ സ്കൂളുകൾ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ വലിയൊരു കപ്പൽ ആ തുറമുഖത്ത് വന്ന് കിടപ്പുണ്ട്, കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നതിനുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി കഥകൾ ഗ്രാമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഡോക്യുമെൻ്റഡ് ആണ് ഈ സാധനം. അപ്പോൾ ഇതിനെ അതിജീവിച്ചൊരു മാത്രമാണ് വിദ്യാഭ്യാസം പോകണം. അതായത് ഒരിക്കലും സ്വാഭാവികമായിട്ടും ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ അങ്ങ് പോയി ഒരു മലയാളി അങ്ങ് പള്ളിക്കൂടത്തിൽ ചേരുമില്ല. അവരുടെ ഒരു ക്രിട്ടിക്കൽ ബോധവും ചിന്തയും അവരുടെ ധൈര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് വിദ്യാഭ്യാസമുള്ള ആർജി എന്ന് പറഞ്ഞാലാണ് എല്ലാവിധ ആധുനിക സംവിധാനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടേതായിട്ടുള്ളൊരു ക്രിട്ടിക്കൽ ബോധവും ധൈര്യത്തിൽ മാത്രമാണ്. അപ്പോൾ ആ ധൈര്യത്തിനെ പലപ്പോഴും സാമൂഹ്യശാസ്ത്രം അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. ഇപ്പം നിങ്ങളൊരു സാധനം ഇവിടെ കൊണ്ടുവച്ചു, പക്ഷെ അത് ഞാൻ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് എത്തിച്ചേരുന്നത് എൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്നൊരു പ്രോഡക്റ്റ് നല്ല ചെയ്തെന്നുള്ള വേറെ ചോദ്യം. പക്ഷേ അതിലേക്ക് ഞാൻ വരുന്നത് എൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മലയാളിയായിട്ടുള്ള അതൊരു മേൽജാതിയാളും താഴ്ന്ന ജാതികളും അവരുടെ ഒരു ക്രിട്ടിക്കൽ ചിന്തയും ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു കുപ്രചരണങ്ങളെയും കൂടെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അവരതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ തന്നെയാണ് അത്. അപ്പോൾ താങ്കൾ പറഞ്ഞത് പ്രകാരം ഒരു ബ്രിട്ടീഷ് രീതികൾ, ബ്രിട്ടീഷ് ഒരു കൊളോണിയൽ ചിന്താഗതികൾ, അതിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ഭരണപരിഷ്കാരങ്ങളെല്ലാം ഒരു വിധത്തിൽ ഇതിലെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, താങ്കളുടെ തന്നെ രചനകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ബ്രിട്ടീഷ് ഭരണപരിഷ്കാരങ്ങൾ മൂലമാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഈ ജാതീയതയുണ്ടല്ലോ അതൊരു സ്ട്രക്ചറൈസ്ഡ് രൂപത്തിലേക്ക് വരാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു വാദം വരുന്നുണ്ട്. അപ്പോൾ സനാതനധർമ്മത്തിന് അതിൽ പങ്കുണ്ടായിരുന്നില്ലേ? അതിനെ ഒരു ഏകീകരിച്ച രൂപത്തിലാക്കാൻ അതിന് പങ്കുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈ ചോദ്യം പ്രധാനപ്പെട്ട കാരണം ഈ സനാതനധർമ്മം തമ്മിലുള്ള ആ ഒരു വിവാദവും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതേ സമയത്താണ് താങ്കളുടെ ഒരു രചനകൾ പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഭരണപരിഷ്കാരങ്ങളാണ് ഇതിനൊരു ഏകീകൃത രൂപം ഉണ്ടാക്കിയതെന്നാണ്. ശരിക്കും അങ്ങനെയാണോ കാര്യങ്ങൾ? ഇത് ഞാൻ മറ്റു പല ഹിസ്റ്റോറിയന്മാരെ കോട്ട് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിക്കോളാസ് ബീട്രിക്സിനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ചരിത്രകാരന്മാരാണ്. അപ്പോൾ അതൊരു കൊളോണിയൽ ആന്ത്രോപോളജിസ്റ്റുകളും അതിനുശേഷം വരുന്ന ആന്ത്രോപോളജിസ്റ്റുകളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ജാതിയെ നോക്കിക്കാണുന്നതാണ്. അപ്പോൾ അവർ ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ജാതിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടായി വന്നത് സെൻസസിൻ്റെ കോൺടാക്റ്റിലാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാഗമയ്യെ പോലുള്ള ആളുകളും അങ്ങനെ പല ബ്രിട്ടീഷുകാരുടെ സെൻസസും മാനുവലുകൾ, സ്റ്റേറ്റ് മാനുവലുകളൊക്കെ എഴുതുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഇവിടെ 100,000 ജാതികളാണ്. ഇപ്പം കേരളത്തിൻ്റെ ഒരു ജാതിയുടെ ഒരു പ്രത്യേകത അവിടെയാണ് നമ്മളിത് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഒരു ജാതി ഘടനയിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ജാതി ഘടനയായിരുന്നു മലയാളികൾക്കുണ്ടായിരുന്നത്. പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ആദ്യകാല ആന്ത്രോപോളജിസ്റ്റുകളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ്. ആ ക്ലോസ്ഡ് സൊസൈറ്റിക്കുള്ളിൽ ക്ലോസ്ഡ് സൊസൈറ്റി ആയിരുന്നു മലയാളികളുടെ ജാതിബോധം എന്നുള്ളതാണ്.
അപ്പോൾ അത്രത്തോളം ഭീകരമാണ്. നമ്മൾ പല രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ പോലുള്ള ജാതിയുടെ ഹൈറാർക്കി പരിശോധിക്കുമ്പോൾ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 4 ജാതിക്കാരെ കാണാൻ സാധിക്കും. കേരളത്തിലേക്ക് വരുമ്പോൾ ബ്രാഹ്മണർ കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയരും വൈശ്യരെയും കാണുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ ക്ഷത്രിയരായി മാറുന്ന ഒരു പ്രോസസ്സുണ്ട്. ഹിരണ്യഗർഭം പോലുള്ള പ്രോസസ്സിലേക്ക് വരുന്നു. എന്നാൽ ചില കാസ്റ്റുകൾ ക്ഷത്രിയരാണെന്ന് ക്ലെയിം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. എന്തായാലും രണ്ടാമത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ജാതി ബാക്കി ഇടങ്ങളിൽ സ്പർശനത്തിലൂടെയാണ് ഒരു അൺടച്ചബിലിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ സാഹചര്യത്തിൽ കണ്ടാൽ തന്നെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു നിശ്ചിത ദൂരെ കിട്ടി. ഇതൊന്നും ഇന്ത്യയുടെ മറ്റിടങ്ങളിലൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വ്യത്യാസപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണ്, ഓരോ ജാതിയും കുറേയധികം ഉപജാതികൾ, സബ് കാസ്റ്റുകളായിട്ട് പിരിഞ്ഞിരുന്നൊരു സിസ്റ്റം. ഇപ്പോൾ ബ്രാഹ്മണരെ നമ്മൾ പരിശോധിച്ചാലും നമ്പൂതിരിമാരെ പരിശോധിച്ചാലും അതിൻ്റെ അകത്തുള്ളിൽ നിരവധികളുണ്ട്. അപ്പോൾ വേദങ്ങൾ പഠിക്കാൻ അവകാശമുള്ളവരുണ്ട്, വേദങ്ങൾ പഠിക്കാൻ അവകാശമില്ലാത്ത ആളുകളുണ്ട്. ശൂദ്രരെ നമ്മൾ പരിശോധിച്ചു, നായരെ പരിശോധിച്ച് കഴിഞ്ഞാൽ തീണ്ടലുള്ള ശൂദ്രന്മാരുണ്ട്, തീണ്ടലില്ലാത്ത ശൂദ്രന്മാരുമുണ്ട്. അതുപോലെ തന്നെ പല ജാതി, ഇപ്പോൾ ഈഴവരെ തന്നെ പരിശോധിച്ച് ഈഴവർ തന്നെ കുറേയധികം ഈഴവർ വരുന്നു, തീയര് കുറേയധികം വരുന്നു, പുലയരാണ് 10-14 തരം വരുന്നു, പറയര് വേണ്ട 26 തരം വരുന്നു. ഇതെല്ലാം പരസ്പരം ഐത്തം പുലർത്തിയിരുന്ന ആളുകളാണ്. അതായത് ഈ 26 പേരും ഒരിക്കലും വിവാഹം കഴിക്കത്തില്ല. 26 പേരും പരസ്പരം തീണ്ടലും തൊടിയിലുമായിട്ട് തന്നെ നിലനിന്ന, ഇതും വേറെ എങ്ങുമില്ല. അപ്പോൾ ഇത് സെൻസസ് റിപ്പോർട്ടിൻ്റെ സമയത്ത് ഇവർക്ക് ഈ 26 ജാതിയെ ഒരുമിച്ച് വെക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 14 തരം പുലയരെ പറ്റില്ല. അപ്പം സ്വാഭാവികമായിട്ടും 14 പുലയരെ മാറ്റിയിട്ട് ഒറ്റ പുലയരാകുകയാണ്, അല്ലെങ്കിൽ പലതരം ഈഴവരുമായിട്ട് ഒറ്റ ഈഴവനാകുക. അപ്പോൾ ഇതാണ് സെൻസസിൽ നടക്കുന്ന ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ജാതികൾ ഒരു രൂപം ആ ഒരു പീരീഡ് മാറി. ഇപ്പോൾ നമ്മൾ PSC ഒക്കെ എടുത്തിരിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് ജാതി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജാതി ലിസ്റ്റിനെ ഒരു 100 കൊല്ലം മുമ്പ് ഒരിക്കലും അത് കുറേയധികമായിട്ട് പിരിഞ്ഞിരുന്നായിരുന്നു. അപ്പോൾ അതിനെ അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നാണ് ഈ ബ്രിട്ടീഷുകാരുടെ ഒരു സെൻസസ് റിപ്പോർട്ടുകൾ വരുന്നു എന്നുള്ളതാണ് സാമൂഹ്യശാസ്ത്രം നിരീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സനാതനധർമ്മത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് വേറെയാണ്. സ്വാഭാവികമായിട്ടും സനാതനധർമ്മം കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ വളരെ ഇപ്പോൾ കുറേയധികം ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഡോക്ടർ ഷാമുവാറിനെ പോലുള്ള ആളുകളൊക്കെ വളരെ സജീവമായി ഈ വിഷയങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്കൃതമൊക്കെ അറിയാവുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ കൃത്യമായി അറിയാം. അപ്പോൾ നമ്മളത് പരിശോധിച്ച് 2 രീതിയിൽ, ഇപ്പോൾ BJP പോലുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീവ്ര ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞ് ഇത് എന്തോ ഒരു വലിയ നല്ല കാര്യമാണ്, നന്മയാണ്, നമ്മളൊരു വേറൊരു ഫിലോസഫിക്കലായിട്ടുള്ള ഓണ്ടോളജിയുടെ ഒരു ചോദ്യം പോലെ, അതായത് എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഇവരാരാണ് എന്താണെന്ന് ചോദിച്ച് പുറകോട്ട് പോവുകയാണ്. നമ്മൾ ആരാണെന്ന് ചോദിക്കുമ്പം നമ്മൾ നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നു, അമ്മയുടെ ഗർഭത്തിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത്, അപ്പനിലേക്ക് പോകുന്നു, അപ്പൻ എങ്ങനെ കിട്ടുന്നു, ഒരു ഭക്ഷണത്തിലൂടെ വന്നു പറഞ്ഞു, ഭക്ഷണത്തിൽ എങ്ങനെയാണെന്ന് ഒരു പഴം എന്നുള്ളതാണൊക്കെ അവർ പറയുന്നത്. പഴത്തിൽ നിന്ന് നേരെ ഒരു മരത്തിലേക്ക് പോകുന്നു. അപ്പോൾ മരം എങ്ങനെ ഉണ്ടാകുന്ന പറയുമ്പോൾ അത് വെള്ളത്തിൽ നിന്ന്. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചശക്തികളിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ പഞ്ചശക്തിയിൽ ലയിച്ച് ചെയ്യുന്നത് പറയണം. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജന്മത്തിലൊന്നും ചെയ്യാനില്ല, ഇതുള്ളൂ. നിങ്ങൾ മനുഷ്യരായിട്ട് ജനിച്ച ഇന്ത്യൻ സങ്കല്പത്തിന് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് സനാതനധർമ്മം. കാര്യം അത് നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ജനാധിപത്യത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നേരെ വിപരീത പദമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ജനിച്ച ആ ഒരു സാഹചര്യം എന്താണോ അതിൽ തുടരുക. അത് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുക. നിങ്ങളത് നമ്പൂതിരിയായി ജനിച്ചാലും, നിങ്ങൾ ഒരു പുലയനായി ജനിച്ചാലും, നിങ്ങളല്ലെങ്കിൽ ഒരു വൈശ്യനായി ജനിച്ചാലും, എന്ത് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു കണക്ഷനുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ ആ ഒരു മനോഹരമായൊരു ജീവിതമാണ്. അപ്പോൾ അതിങ്ങനെ ജീവിച്ച് തീർക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അതായത് നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ ധർമ്മമാണ്, ധർമ്മം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ വളരെ കർശനമായി നിലനിൽക്കുകയാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിയാലും കേരളത്തിൻ്റെ പരിശോധിച്ചാലും, ഇപ്പം ശങ്കുണ്ണി മേനോൻ്റെ തിരുവിതാംകൂർ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അദ്ദേഹം അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മനുസ്മൃതി വെച്ചിട്ടാണ് തിരുവിതാംകൂർ ഭരണം നടത്തുന്നത് എന്നുള്ളത്. ബാക്കി കൊച്ചിയുടെ കാര്യമാണെങ്കിൽ നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്നാൽ ഈ മനുസ്മൃതിക്ക് മുമ്പ് വരുന്നതാണ് ഈ വേദങ്ങൾ, ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ, ധർമ്മസൂത്രങ്ങൾ പോലുള്ള ടെക്സ്റ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പല ആളുകളും പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം അരുന്ധിദ്രോഹിയൊക്കെ എഴുതിയിട്ടുള്ളതാണ്, മറ്റേ ഇംഗ്ലീഷ് ഓഫ് കാസ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ ധർമ്മസൂത്രത്തെ അല്ല, ഈ സനാതനധർമ്മത്തിന് ധർമ്മം എന്ത് എന്നുള്ളതിന് ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാവുന്നത് അതിൻ്റെ 4 ടെക്സ്റ്റുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. അതിലൊന്നാണ് ഗൗതമ ധർമ്മസൂത്രം എന്നും. അപ്പോൾ ഗൗതമ ധർമ്മസൂത്രത്തിന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ശൂദ്രരായിട്ടുള്ള ആളുകൾ വേദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, അക്ഷരം ഇമാതിരി എഴുത്ത് വായന വേദങ്ങൾ പോലുള്ള കാര്യങ്ങൾ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറയുന്നത് ഈ ഗൗതമ ധർമ്മസൂത്രത്തിൻ്റെ അകത്താണ്. അപ്പം മനുസ്മൃതി പോലുള്ളതിനകത്ത് പോലും പറയുന്നില്ല. അപ്പോൾ ആ ഒരു വളരെ കർശനമായി നിങ്ങൾ പാലിക്കേണ്ട ജാതി ആചാരങ്ങളെ കുറിച്ച് മാത്രം പറയുന്നതാണ് സനാതനധർമ്മം. നിങ്ങൾക്കത് ഒരിക്കലും മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അവിടെ മനുഷ്യ സങ്കല്പങ്ങളേ ഇല്ല.
അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്തത് അല്ലെങ്കിൽ ഇത് കുഴപ്പം പിടിച്ചതാണ് എന്ന് ആദ്യമായി പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ കാണുന്നത് ഈ അംബേദ്കറിനെയാണ്. നമ്മൾ അംബേദ്കറിൻ്റെ വർക്കുകളാണ്. അപ്പോൾ അംബേദ്കർ തന്നെ ചോദിക്കുന്നുള്ളൂ, ഇത്തരത്തിലുള്ള ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ഫിലോസഫിക്കൽ ചിന്തകൾ എന്നിവർ ആഘോഷിക്കുന്നതിനെ വിമർശിക്കാൻ ഒരു വോൾട്ടയർ പോലും ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നു. അല്ലെങ്കിൽ പുരുഷ സൂക്തത്തിന് ആദ്യമായിട്ട് വളരെ ആധികാരികമായി വിമർശിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു ജാതിയുടെ ഒരു പ്രശ്നത്തെ ബ്രേക്ക് ചെയ്യാൻ ചില ആളുകൾ പ്രാദേശികമായി ശ്രമിച്ചിരിക്കാം. പക്ഷേ അതിനൊരു സൈദ്ധാന്തികപരമായിട്ട് ആധികാരികതയോടുകൂടി എഴുത്തിലൂടെ വിമർശിക്കാൻ സാധിച്ച അംബേദ്കർ വരുന്നൊരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഈ സനാതനധർമ്മം വളരെ കൃത്യമായ ജനാധിപത്യത്തിന് എതിര് നിൽക്കുന്ന ഒരു വാക്ക് തന്നെയാണ്, ജാതിയെ ഊട്ടി ഉറപ്പിക്കുന്നത്. അല്ലാതെ ഇവർ ഈ പറഞ്ഞ ഓണ്ടോളജിക്കലായിട്ടുള്ള നമ്മൾ ആരാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത അതിപ്പോൾ ഇരുന്ന് നമുക്ക് പറയാം, ശരിയാണ്. ഒരു ജനാധിപത്യം അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണം സനാതനധർമ്മത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ വേറൊരു രീതിയിൽ ആലോചിക്കും. പക്ഷേ ഒരു 50 വർഷം മുമ്പ് ഇതൊരിക്കലും ആലോചിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജാതിയെ ഉറപ്പിക്കുന്നത്, നിങ്ങൾ തെങ്ങ് കയറുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തെങ്ങ് തന്നെ കയറണം എന്ന് പറയുന്നൊരു സാധനമാണത്. നിങ്ങൾ കൃഷിപ്പണി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൃഷിപ്പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, അതിനകത്ത് വേറെ ഒന്നുമില്ല, അതാണ് നിങ്ങളുടെ ധർമ്മം എന്ന് അടിവരയിടുന്ന സാധനമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ കൊളോണിലിസത്തിൻ്റെ ഒരു പ്രത്യേക ഫേസിൽ അംബേദ്കറും അങ്ങനെ ഫൂലെ പോലുള്ള ആളുകളും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചതും ആ ഒരു ധർമ്മത്തിനെ തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും അത് പരിപൂർണമായ മനുഷ്യത്വ വിരുദ്ധമാണ്, യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആത്യന്തികമായി നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ബ്രിട്ടീഷ് ഭരണപരിഷ്കാരങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ജാതികളുടെ ഒരു പുതിയൊരു തലത്തിലുള്ള ഒരു ആവിർഭാവത്തിന് ഈ ബ്രിട്ടീഷ് ഭരണപരിഷ്കാരങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്, അല്ലേ? ഇപ്പോൾ ഞാൻ മറ്റൊരു ഈ മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ പലപ്പോഴുമായി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പല മാസികകളിലും മറ്റുമൊക്കെ വന്നിട്ടുള്ള വെച്ചിട്ട് ഈ ഒരിക്കൽ ഞാൻ കണ്ടു, ഈ നായർ സ്ത്രീകൾക്ക് മറയ്ക്കാനുള്ള അവകാശം പണ്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ സുകുമാരൻ നായരുടെ ഈ പ്രസ്താവനയൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, എന്നാണ് ഇതൊക്കെ ഉണ്ടായത്? ഈ പ്രബല സമുദായങ്ങൾക്കും എന്നാണ് ഈ അവകാശങ്ങളൊക്കെ ഉണ്ടായത് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ എത്രത്തോളം ഈ ആചാരങ്ങൾ പാലിക്കണം, അതങ്ങനെ നിലനിന്ന് പോകണമെന്ന് പറഞ്ഞാലും പണ്ട് കാലത്ത് ഈ പറയുന്ന എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ പ്രബല സമുദായങ്ങൾക്കൊക്കെ, ഞാൻ നായർ മാത്രം എടുത്ത് പറയുന്നില്ല, പക്ഷെ അത്തരത്തിൽപ്പെട്ട എല്ലാ ഇപ്പോൾ മുന്നോക്ക സമുദായങ്ങൾക്കൊക്കെ ഈ ഒരു ജാതീയതയിൽ നിന്ന് പുറത്ത് കടക്കാനായത് ഏത് കാലഘട്ടം മുതൽക്കാണ്? ആ പ്രോസസ്സ് എങ്ങനെയാണ്? അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വക കാര്യങ്ങളല്ല, ഹിസ്റ്ററി പറയുമ്പോഴത്തേനും ഈ ജാതിയെയും ഈ സാമൂഹ്യ മാറ്റത്തെ സംബന്ധിച്ചുള്ളൊരു ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പം നമ്മൾ പ്രതിയാകപ്പെടുന്നത് ഈ ബ്രിട്ടീഷ് ഗ്ലോറിഫൈ ചെയ്യുന്നു, ബ്രിട്ടീഷ് ഭരണത്തെ ഗ്ലോറിഫൈ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു സാധനത്തിലേക്കാണ്. കാര്യം വെച്ചാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ വേറെ മാറ്റങ്ങൾ കാണുന്നില്ല കേരളത്തിൽ. മലയാളികളുടെ ഒരു മാറ്റം ഒരിക്കലും വേറൊരു പീരീഡിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാവിധ വിഭാഗങ്ങൾക്കും മാറ്റമുണ്ടാകുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ വട്ടതിരിപ്പാട് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമ്പൂതിരിമാർക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്, അവരുടെ ഒരു അവസ്ഥ വെളിയിലേക്ക് വരുന്നത്. കാര്യം ഈ ജാതിയുടെ ഒരു കാര്യം നമ്മളിങ്ങനെ പറയുമെങ്കിലും ബ്രാഹ്മണരുടെ ഒരു അല്ലെങ്കിൽ നമ്പൂതിരി മേധാവിത്വമാണെന്ന് പറഞ്ഞാലും അതിലൊരു ചെറിയൊരു വിഭാഗം മനുഷ്യന്മാർ മാത്രമാണ് ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. മൊത്തം നമ്പൂതിരിമാർ ഇവിടെ അടിച്ചൊളിച്ച് നടന്നു എന്നുള്ള, അല്ലെങ്കിൽ അവരെല്ലാം ഭയങ്കര തകർത്ത് വാരി നടന്നു എന്നുള്ള അർത്ഥം ഒരിക്കലും വരുന്നത്. അവരിലും ഒരു വിഭാഗം ആളുകളിൽ തന്നെയാണ് പവർ എപ്പോഴും ഇരിക്കുന്നത്. തൊട്ട് താഴെ വരുമ്പോഴും നായർ വിഭാഗത്തിനെ നോക്കുമ്പോഴും അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതെല്ലാം വലിയൊരു വിഭാഗം ആളുകളും, അത് മേൽജാതിയാണെങ്കിലും താഴെ തട്ടിക്കിടക്കുന്ന പുലയരും വേട്ടുവരും അല്ലെങ്കിൽ നായാടികളാണെങ്കിൽ പോലും എല്ലാം ഒരേ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്പൂതിരിമാരുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോഴും അവിടെയും അവരൊരു വേറൊരു രൂപത്തിലേക്ക് മാറാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആധുനികതയുമായി കണ്ണു ചേരാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതൊക്കെ കൊളോണിയലിസത്തിൻ്റെ ഒരു ബ്രിട്ടീഷുകാരുടെയും ഇവരുടെ പ്രത്യേകിച്ച് മിഷണറിമാരുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഇപ്പോൾ വീട്ടിയുടെ തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ തന്നെ പറയുന്നൊരു കാര്യം, ഇപ്പം ആദ്യമായിട്ട് അക്ഷരം എഴുതാൻ പഠിക്കുന്നതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ അറിയുന്നു. ഇതെല്ലാം ഈ ഒരു പീരീഡിൽ തന്നെ സംഭവിക്കുന്നതാണ്. അതിന് മുമ്പ് അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് വരുന്നത്. ചില ആളുകളൊക്കെ പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നൊക്കെ ഉണ്ട്, കോളേജുകളിലൊക്കെ ചേരുന്നൊക്കെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊരു സമുദായം എന്ന നിലയിലേക്കുള്ളൊരു എല്ലാവരെയും പരിഷ്കരിക്കണം. മറ്റേത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും 1-2 കുടുംബത്തിൽ നിന്ന് ആളുകൾ പഠിക്കുകയും വിദ്യാഭ്യാസം നേടി ജോലിക്കൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ വേറെ രൂപത്തിൽ ജീവിക്കുന്നു. പക്ഷേ സമുദായം എന്ന നിലയിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ വിമോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീട്ടി വട്ടതിരിപ്പാട്ടിനെ പോലുള്ള ആളുകൾ വന്നതിന് ശേഷം മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വസ്ത്രധാരണ പരിശോധിച്ചാലും ഈ നമ്പൂതിരി സ്ത്രീകളുടെ വസ്ത്രധാരണയും ഇതുപോലെ തന്നെ നേക്കഡായിട്ട് തന്നെയാണ് അവരും നിൽക്കുന്നത്. മേൽവസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതെ നിൽക്കുന്നു. ഈ 19-ാം നൂറ്റാണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാതൃഭൂമിയിൽ കഴിഞ്ഞ ഒരു
അതായത് 50കളിലെ തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ പരിശോധിച്ചു. അതിനകത്ത് പോലും നമ്പൂതിരി സ്ത്രീകൾ വസ്ത്രം ധരിക്കാൻ പഴയ രീതിയിലുള്ള ആണെന്നുള്ള രീതി എന്ന് വെച്ചാൽ അന്ന് വസ്ത്രം ധരിക്കാതെ ഇരിക്കുന്നതല്ല, പ്രായമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ കാണുന്നു. ഇനിയിപ്പോൾ നമ്മൾ നായർ വിഭാഗത്തിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാലും ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ അത് നമ്മുടെ PK ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസായം കേരള ചരിത്രം പോലുള്ള പുസ്തകങ്ങൾക്കകത്തൊക്കെ അദ്ദേഹം അത് വളരെ വ്യക്തമായ രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അതായത് ഇന്ത്യയിൽ സമാനതകളില്ലാത്തൊരു ശൂദ്ര വിഭാഗമായിരുന്നു പറഞ്ഞു. ഇന്ത്യയിലെ ബാക്കി ശൂദ്രന്മാരുമായി ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാത്ത സാമൂഹ്യ, ഇന്ത്യയിൽ നല്ല ലോകത്തിന് സമാനതയില്ലാത്ത രീതിയിൽ നിന്നുള്ള ശൂദ്ര വിഭാഗമായിരുന്നു കേരളത്തിലെ നായർ എന്നുള്ള രീതിയിലാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് പണ്ട് കാലം മുതൽ തന്നെ നമുക്കൊരു 15-ാം നൂറ്റാണ്ട് പോലാണ് പോർച്ചുഗീസുകാർ പോലുള്ള ആളുകളൊക്കെ വന്ന് അവരുടെ ചില ഡോക്യുമെൻറ്റുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിനെയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ KP പത്മനാഭ മേനോൻ്റെ കൊച്ചി രാജചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് നായർ സ്ത്രീകളുടെ ഒരു ജീവിതം. 12-13 വയസ്സാകുമ്പം താലികെട്ട് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം പോലുള്ള കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ നിരവധി ആളുകളെ വിവാഹം കഴിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ അതിൽ പല ആളുകളും സോഷ്യൽ മീഡിയയിലൊക്കെ പരിഹസിച്ചൊക്കെ എഴുതുന്നത് നമുക്ക് കാണാം. പക്ഷെ അത് പത്മനാഭൻ്റെ കൊച്ചി രാജചരിത്രം പരിശോധിച്ചാൽ കാണാം. ഒരു സ്ത്രീ പുരുഷന്മാർ അവരുടെ വാള് വീടിന് വാതൊക്കെ ചാരി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വാളിൻ്റെ ഉടമസ്ഥൻ ആരാണ്, അയാൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റേ ആൾ തിരിച്ച് മടങ്ങിപ്പോകുന്നു. അടുത്ത ആൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വേറൊരു പുരുഷൻ അവിടെ കയറുവാണെങ്കിൽ അയാളുടെ വാള് അവിടെ വെച്ചിരിക്കും. അപ്പോൾ അത്തരത്തിൽ അയാൾ ഭർത്താവാണെങ്കിൽ കൂടി മടങ്ങിപ്പോവുകയാണ് വരുമ്പോഴത്തേനും. അപ്പോൾ ഇങ്ങനെ പിന്നെ സ്ത്രീയാണ് തീരുമാനിക്കുന്നത് ആരാണ് അച്ഛൻ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കും. അപ്പോൾ ഇത് ഭയങ്കര മോശമായൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ചില ആളുകൾ വിദ്യാഭ്യാസം നേടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേറൊരു തരത്തിലുള്ള പരിഷ്കരണ ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെ ഒരു കാര്യം തന്നെ നമ്മൾ പരിശോധിച്ചാലും അദ്ദേഹത്തിൻ്റെ ഒരു പീരീഡിൽ അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് ചട്ടമ്പി സ്വാമികളാണ് ഇത് ഒരു വളരെ ക്രിട്ടിക്കലായിട്ട് കാണാനുള്ള ആദ്യ ശ്രമങ്ങൾ നടന്നത്. പ്രത്യേകിച്ച് പരശുരാമ മിത്തിനെയാണ് അദ്ദേഹം ആദ്യം ചലഞ്ച് ചെയ്യുന്നത്. പരശുരാമൻ്റെ ഒരു മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിപൂർണ്ണമായിട്ട് നായന്മാർക്കെതിരായിട്ടുള്ളൊരു മിത്താണ്. അവരെ കേരളത്തിൽ യാതൊരു വിലയും ഇല്ലാതാക്കി മാറ്റുന്ന ഒരു സാധനമാണ്, ബ്രാഹ്മണരുടെ ആണ് ഭൂമി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ പരശുരാമ മിത്തിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ളൊരു വർക്കുകളൊക്കെ അദ്ദേഹം എഴുതുന്നത്. പിന്നീട് നമ്മൾ പലയിടങ്ങളിൽ ഇപ്പം ഇവരുടെ പ്രസ്ഥാനവും ഭയങ്കര വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന സമയങ്ങൾ. അപ്പം 100 വർഷം പോലും അല്ല, 1930കളിൽ ഈ വൈക്കം ക്ഷേത്രത്തിനൊക്കെ സംബന്ധിച്ച് മിതവാദി പോലുള്ള പത്രങ്ങളിൽ നിരവധി വാർത്തകൾ വരുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഒരു അനന്തമേനോ അങ്ങനോട് പറഞ്ഞൊരു വ്യക്തി ഈ കേരളത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എന്നൊക്കെ പറഞ്ഞൊരു പരമ്പരയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇപ്പോൾ ക്ഷേത്രത്തിൽ 1930കളിൽ വൈക്കം ക്ഷേത്രത്തിൽ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്പൂതിരിമാർക്ക് സദ്യ കൊടുക്കുകയും ആ സദ്യ കൊടുത്ത ഇല ഇവർ 2 or 3 ആണോ കൊടുത്ത് വാങ്ങിച്ച് അതിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വലിയ ആവേശത്തോടുകൂടി ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പം പോയി നോക്കിയാലും കാണാമെന്നാണ് പറയുന്നത്. 30കളിൽ എഴുതുമ്പോൾ പറയുന്നതാണ് ഇന്നും ഇതവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാം എന്നുള്ള 100 വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ ഈ വക ഒരു അവസരം, അതായത് മന്നത്ത് പത്മനാഭനൊക്കെ ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഇവരൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള വളരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത പല രീതിയിലും, പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ഇവരെ പല പത്രങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പല രീതിയിലുള്ള ആചാരം നമ്മളെ അതിശയിപ്പിക്കുക, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ചില ആചാരങ്ങൾ, ഈ അടനേർച്ച എന്നൊക്കെ പറയുന്നൊരു രീതിയൊക്കെ, ഈ പീരിയഡ്സ് ആകുന്ന സ്ത്രീയുടെ ബ്ലഡ് വെച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ആചാരങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് പല ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അതിന് വഴങ്ങേണ്ടി വന്നിരുന്നു. പിന്നെ വസ്ത്രത്തെക്കുറിച്ചുള്ളൊരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ ഇത് തന്നെയാണ് കാണുന്നത്. ഇവർക്കും വസ്ത്രധാരണം ഒരിക്കലും തന്നെയില്ല. ഇവർ അതിനെ, അതായത് വസ്ത്രധാരണ ഇവിടെ ഒരു പ്രധാനമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭൂതകാലത്തെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ്, ഇവരെല്ലാം കുഴപ്പം പിടിച്ച മനുഷ്യന്മാരെന്നുള്ളതല്ല. ഇവരെല്ലാം വളരെ സത്യസന്ധന്മാരും ഒരു എന്നാ പറയുന്നത് വേറൊരു രീതിയിൽ സിസ്റ്റത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. ഇപ്പം അന്ധവിശ്വാസം ആണല്ലോ ഒരു പ്രധാന പ്രശ്നമായിട്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ കുഴപ്പം തന്നെയാണ്. അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ, അവരുടെ ധർമ്മം നടപ്പിലാക്കുക, സനാതന ധർമ്മം നടപ്പിലാക്കിയ മനുഷ്യന്മാരാണ് നമ്മൾ ഇന്ന് വില്ലന്മാരായിട്ട് കാണുന്നത്, ഉപദ്രവിച്ചതും ഉടുപ്പുകൾ വലിച്ചു കീറുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അത് വിശുദ്ധ പുണ്യഭൂമിയാണ് കേരളം സ്ഥലങ്ങൾ. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾ വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല. ഇപ്പം ഇപ്പോഴും നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള പ്രവേശനം എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്ത്രീകളെ ഇപ്പോൾ ചുരിദാർ അനുവദിക്കാത്ത പല ക്ഷേത്രങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ വിശ്വാസത്തിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഒരു കടുംപിടുത്തം പിടിക്കുന്ന ആളുകളെ വലിയൊരു കൂട്ടം തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരും ആ ഒരു പീരീഡ് 1930കളിൽ പോലും ഈ ഇല വാങ്ങിച്ച് അതിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളുടെ ഇപ്പോഴത്തെ ജനറേഷനാണ് വേറൊരു വലിയ തരം വീരവാദങ്ങൾ മുഴക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല, ബോധമില്ല ചരിത്രത്തിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് കേരളം മാറിയത്, മലയാളികളുടെ ഈ ഒരു സനാതന ധർമ്മം എന്ന് പറയുന്ന ആ ധർമ്മത്തെ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാത്ത സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും വലിയ ആനയായിരുന്നു പണ്ട് എന്നുള്ളൊരു കാര്യം
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിട്ടീഷ് ഭരണപരിഷ്കാരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ വിനിൽ പോൾ പറയുന്നൊരു, നിങ്ങളുടെ എഴുത്തുകളിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടലുകളാണ്. ഇപ്പോൾ ഈ വലതുപക്ഷം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ചരിത്രപരമായി തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു ഉദ്ദേശലക്ഷ്യം എന്തായിരുന്നു? മതപരിവർത്തനമായിരുന്നു എന്നാണ്. പക്ഷേ വിനിൽ പോൾ പറയുന്നു ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു വരവോടെ കേരളത്തിലൊരു ജാതീയതയ്ക്ക് അത് വേറൊരു മുഖമുണ്ടായി, അതൊരു പരിവർത്തന സ്വഭാവമുള്ള ഒരു മുഖമുണ്ടായിട്ടുണ്ട് എന്നാണ് വിനിൽ പോൾ പറയുന്നത്. ഈ ഒരു വാദം ശരിക്കും ഇപ്പോഴത്തെ ഒരു വലതുപക്ഷത്തിൻ്റെ വാദത്തിന് നേരെ എതിരാണ്. ശരിക്കും ഇതിലെ യാഥാർത്ഥ്യം എന്താണ്? ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവിനെ നമ്മളൊരു പരിവർത്തന സ്വഭാവത്തിലുള്ളൊരു വരവായി കാണണോ, അതോ പണ്ടുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെ പരിവർത്തിപ്പിച്ച ഒരു സ്വഭാവത്തിലുള്ള ഒരു രീതിയായി കാണണോ? എന്താണ് അതിലെ യാഥാർത്ഥ്യം? ഇത് ലോകം മുഴുവനുള്ള സോഷ്യൽ സയൻസിൻ്റെ ഒരു പ്രധാന അന്വേഷണ മേഖലകളിലൊന്നാണ് ഈ 19th സെഞ്ച്വറി മുതലുള്ള ഈ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം. ലാറ്റിൻ അമേരിക്കൻ ഹിസ്റ്ററി പരിശോധിച്ചാലും ആഫ്രിക്കയുടെ ഹിസ്റ്ററി പരിശോധിച്ചാലും ഏഷ്യയിലെ പല രാജ്യം, ചൈന ഉൾപ്പെടെ ജപ്പാനും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം ഈ നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കക്ഷികളെല്ലാം തന്നെ CMS, LMS, ബാസൽ മിഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം ആ പ്രദേശങ്ങളെ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് ആളുകൾ ചെയ്യുന്നത്. അല്ലാതെ ഇവർ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതേ മുഴുവൻ സ്വർഗ്ഗരാജ്യമാക്കി മാറ്റി എന്ന അർത്ഥത്തിൽ ആരും തന്നെ നമ്മുടെ കേരളത്തിൽ വായിക്കുന്നില്ല, ലാറ്റിൻ അമേരിക്കയുടെയും ആഫ്രിക്കയുടെ ഒരു കോൺടാക്സിലും വായിക്കുന്നില്ല. ക്രിട്ടിക്കലായിട്ട് തന്നെയാണ്. അതായത് കൊളോണിയലിസത്തെ എവിടെയെല്ലാം പഠിക്കപ്പെട്ടിട്ടുണ്ടോ അതേ രീതിക്ക് തന്നെ അവരുടെ ഒരു പ്രോഡക്റ്റ് തന്നെയാണുള്ളത്. അപ്പോൾ ആ രീതിക്ക് പഠിച്ചൊരു വളരെ വിശാലമായ രീതിയിൽ പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഒരു ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇൻ്റർവെൻഷൻ എന്ത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം കുറേ കൂടെ ഒരു കോംപ്ലക്സ് ആയിട്ട് മാറുക കാര്യം കാസ്റ്റ് എന്നൊരു വിഷയം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അങ്ങ് വേറൊരു രൂപത്തിൽ മറ്റടുത്ത് നോക്കുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ചരിത്രം വെച്ചും വളരെ കൃത്യമായിട്ട് ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ആദിവാസികളായിട്ടുള്ള ആളുകൾ, ബ്ലാക്ക്സ് ആയിട്ടുള്ള ആളുകളെ വേറൊരു രൂപത്തിലേക്ക് മാറി പെട്ടെന്ന് തന്നെ. പക്ഷെ അവർക്കിടയിലും ആന്തരികമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ നമുക്ക് കുറേ കൂടി ഈസി എന്നുള്ള രീതിയിലേക്ക്. പക്ഷേ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ 100,000 ജാതികളും ഉപജാതികളുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവിടെ ഇത് വേറൊരു രൂപത്തിലാണ് പ്രവർത്തിച്ചായിട്ടാണ് നമ്മൾ പല ആളുകളും നിരീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ഒത്തിരി ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പം ഈ ഒരു മേഖലയിൽ തന്നെ ഇപ്പോൾ ഡിക്കു ഇമാൻ അല്ലെങ്കിൽ റോബിൻ ജെഫ്രിയുടെയും കോജി കവാഷിമയും അങ്ങനെ പല ആളുകൾ ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കേരള സൊസൈറ്റിയെ പരിവർത്തനപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം വരുന്നു. അല്ലെങ്കിൽ ഇപ്പം കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ ഒരു വികസന മാതൃകയുടെ നിർമ്മാതാക്കൾ ആര് എന്നൊരു ചോദ്യത്തിൽ ചില ആളുകൾ ഇതിന് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവർ ഇട്ട ഒരു വിത്താണ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സങ്കല്പവും വിദ്യാഭ്യാസത്തെയും പ്രസ്സിനെക്കുറിച്ചും എഴുത്തും വായനയും എല്ലാം നമുക്കുണ്ടായി വന്നിട്ട് പ്രധാന കാരണക്കാർ ഇവർ എന്നുള്ളൊരു നിരീക്ഷണവും ചില ആളുകൾ വെക്കുന്നു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ജാതിയെ സംബന്ധിച്ചുള്ളൊരു കാര്യങ്ങൾ പരിശോധിക്കുമ്പം ഈ സ്വാഭാവികമായിട്ടും മിഷണറിമാരെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മിഷണറിമാർ വളരെ കൃത്യമായി കൊടുത്തത്, മിഷണറിമാരെ വളരെ കൃത്യമായി ഉപയോഗിച്ചത് ഇവിടുത്തെ അപ്പർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇതിന് യാതൊരു തർക്കവുമില്ല. മിഷണറിമാർ വന്ന് 150-200 വർഷം ഇവിടെ പ്രവർത്തിച്ച് അവർ സമ്പത്തും എല്ലാവിധ കാര്യങ്ങളും ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ ദളിതർ അല്ലെങ്കിൽ ദളിത് ക്രൈസ്തവരെന്ന് പറയുന്നവരെല്ലാം വലിയ ഭൂവുടമകളും വലിയ സമ്പന്നരുമായി മാറും. നമ്മളങ്ങനെ ആരും തന്നെ കാണുന്നില്ല. അപ്പോൾ മിഷണറിമാരുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ അവരുടെ എല്ലാവിധ സ്ഥാപനങ്ങളും വളരെ കൃത്യമായി അവരുടെ എല്ലാവിധ വിഭവങ്ങൾക്കും അനുയായികളും അല്ലെങ്കിൽ ആ കാലത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ സവർണ്ണ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണെങ്കിൽ സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും വിഭവങ്ങളും എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പോൾ സ്കൂളുകളുടെ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ ഇപ്പം താഴ്ന്ന ജാതികൾക്ക് വേണ്ടി കേവലമായ 1-2 ക്ലാസ്സുകൾ മാത്രമാണ് ഇവർ പലപ്പോഴും തുടങ്ങിയിരുന്നത്. അതിനുശേഷമുള്ള വിദ്യാഭ്യാസം നടത്തുന്നില്ല. അതേസമയം നായർമാർക്ക് വേണ്ടി തന്നെ നിരവധി സ്കൂളുകളുണ്ട്. അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പോലും പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നത് കാണുന്നുണ്ട്. അവരിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ വരുന്ന, അതായത് ക്രിസ്ത്യൻ മിഷണറിമാർ മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകൾക്കും മറ്റ് ജാതിക്കാർക്ക് വേണ്ടി മാത്രം സ്കൂളുകൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ബാസൽ മിഷൻ്റെയൊക്കെ പല ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. നായർ പള്ളിക്കൂടത്തിൻ്റെയൊക്കെ ഫോട്ടോ നായർ സ്ത്രീകൾ മാത്രമാണ്. ഇതിനിടയിൽ ഒരു മിഷൻ വരുന്നുണ്ട്, ഈ സെനാന മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ സൊസൈറ്റി, CMSൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. അത് സ്ത്രീകളും കുട്ടികൾക്കും വേണ്ടിയുള്ളൊരു മിഷനാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വ്യാപകമായി ബ്രാഹ്മണർക്കും നായന്മാർക്കും പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന പദ്ധതി. അങ്ങനെ നിരവധി സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഈ 2 ജാതിയിൽപ്പെട്ട ആളുകളെ മാത്രമേ അവിടെ പഠിപ്പിക്കുകയുള്ളൂ. എല്ലാവരും പഠിപ്പിക്കത്തില്ല. നായന്മാരെയും ബ്രാഹ്മണ പെൺകുട്ടികളെ മാത്രമാണ്. ആൺപിള്ളേർക്കല്ല, പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഇവരുടെ പള്ളിക്കൂടങ്ങൾ വരുന്നത്. അപ്പം മുസ്ലിങ്ങൾക്കും വേണ്ടി അങ്ങനെ തുടങ്ങുന്നുണ്ട് ഇവർ. അപ്പോൾ CMS മിഷൻ്റെ തൃശ്ശൂർ പ്രദേശങ്ങളുടെ ഒരു ഹിസ്റ്ററിയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ 1901 തന്നെ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടായി. അദ്ദേഹം
CMS മിഷൻ്റെ പള്ളിക്കൂടത്തിലെ ഒരു പ്രോഡക്റ്റാണ്. അദ്ദേഹം ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ സബ് രജിസ്ട്രാറായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു എന്നും പറയുന്നത് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പല ആളുകളെ നമ്മൾ കാണും. ഇപ്പോൾ പൽപ്പുവിൻ്റെ തന്നെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുക. ഡോക്ടർ പൽപ്പുവിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പൽപ്പുവിൻ്റെ ഫാദർ പപ്പു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്ലീഡർ പരീക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം അപ്ലൈ ചെയ്യുന്നു. പക്ഷേ അന്നേരം ആകെപ്പാട് ഒരു 8-10 പേരാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ പരീക്ഷ ഫീസെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് പിന്നെ വെരിഫിക്കേഷൻ നടത്തിയ സമയത്താണ് പറയുന്നത് ഇതൊരു ഈഴവനാണ് കൊടുത്തത്. അപ്പോൾ ഈ കക്ഷീനെ എങ്ങനെയും തട്ടണം. അങ്ങനെ ഏജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു, ഇംഗ്ലീഷ് അറിയാൻ വരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എങ്ങനെ എന്തായാലും ഇദ്ദേഹത്തിനെ ഔട്ടാക്കുന്നവരും. അപ്പോൾ ഇദ്ദേഹം പിന്നീട് ഇംഗ്ലീഷ് പഠിക്കുന്നത് LMS എന്ന് പറഞ്ഞത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ മിഷണറിമാരുടെ സഹായത്തിലാണ് ഇവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നത്. അങ്ങനെ സാമുവൽ മെറ്റീർ എന്ന് പറഞ്ഞൊരു മിഷണറിയൊക്കെ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ പൽപ്പവും കുടുംബം ഒരിക്കലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി നേരെ ക്രിസ്ത്യാനി ആയില്ല. അതേസമയം പൽപ്പുവിൻ്റെ ഒരു സഹോദരൻ ക്രിസ്തുമതം സ്വീകരിച്ചു, അത് വേറെ കാര്യം. പിന്നീട് വരുന്ന ആദ്യത്തെ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ MBBS എന്ന നല്ല രീതിയിൽ വരുന്ന ഡോക്ടർ എന്ന നിലയിൽ വരുന്ന പൽപ്പുവിനെ നമ്മൾ കാണുന്നത് ഇവരുടെ സഹായത്താൽ പഠിച്ചു വരുന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആയിട്ട് വരുന്ന അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ബിരുദം കരസ്ഥമാക്കുന്ന ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പം ഈ രീതിക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിരവധി ഉയർന്ന ജാതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഈഴവർ മുതൽ മുകളിലേക്ക് വരുന്ന നിരവധി ആളുകൾക്ക് നിരവധി വിഭവങ്ങളിലേക്ക് ഉള്ള ഒരു റോഡ് വെട്ടിക്കൊടുക്കുന്നുണ്ട് മിഷണറിമാർ. ഇവരെല്ലാം ക്രിസ്ത്യാനിയാകുന്നില്ല. ഇപ്പോൾ നമ്മൾ സി കേശവൻ്റെ ജീവചരിത്രം പരിശോധിക്കുക, ഈ ജീവിത സമരം പരിശോധിച്ചാൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എഴുതുന്നുണ്ട്. അല്ലെങ്കിൽ കേണൽ മൺട്രയെ സംബന്ധിച്ചുള്ള ഒരുപക്ഷെ ആദ്യത്തെ ജീവചരിത്രം എഴുതുന്ന പോലെ സി കേശവനാണ് കൗമുദിക്കകത്ത് എഴുതുന്നത്. അല്ലെങ്കിൽ നമ്മൾ CVയുടെ ആത്മകഥ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയുമുണ്ട്. അദ്ദേഹം പള്ളിക്കൂടത്തിൽ ഈ പള്ളിയും പള്ളിക്കൂടവും ചേർന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് അദ്ദേഹം പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പുൽപ്പിറ്റിലൊക്കെ കയറി, അതായത് പ്രസംഗിക്കുന്ന പുരോഹിതന്മാർ നിന്ന് പ്രസംഗിക്കുന്ന സ്ഥലത്തൊക്കെ കയറി നിൽക്കുന്ന അവർ സ്കൂളിൽ ഇൻ്റർവെൽ സമയത്തും കളിക്കുന്ന സമയത്തുമൊക്കെ ഈ പള്ളിക്കുള്ളിലെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് വളരെ വിശാലമായ രീതിയിൽ കിടപ്പുണ്ട് ആൾ കേരളത്തിലെ. നമ്മൾ ആദ്യകാല ഓട്ടോബയോഗ്രഫികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം വളരെ കൃത്യമായിട്ട് ഈ വക ഇതിലൂടെ അല്ലാതെ കടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ മൂർക്കോത്ത് മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു ശേഖരം തന്നെയാണ്. മൂർക്കോത്തിനെ പോലുള്ള ആളുകളെ പരിശോധിച്ചാൽ മൂർക്കോത്ത് കുമാറിൻ്റെ കാര്യം പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ബാസൽ മിഷൻ്റെ സഹായത്തിലൊക്കെയാണ് വിദ്യാഭ്യാസമൊക്കെ നേടുന്നത്. അതേസമയം കോഴിക്കോട് വരുന്ന ഈ സാമൂതിരി കോളേജിൽ ഒരു കാരണവശാലും തീയന്മാരായിട്ടുള്ള ആളുകളെ പ്രവേശിപ്പിക്കത്തേയില്ല. അപ്പോൾ അവർക്ക് പ്രവേശനമേ ഇല്ല. കാര്യം ക്ഷേത്രങ്ങൾ അതിന് തൊട്ടടുത്തൊക്കെ ഉണ്ട് എന്ന കാരണത്തിൽ അവരെ പ്രവേശിപ്പിക്കത്തില്ല. എന്നാൽ ആ കോളേജിൽ പഠിപ്പിക്കുന്നത് തീയനായിട്ടുള്ള ഇദ്ദേഹം മൂർക്കോത്ത് എഴുതിയ ജഹനാരം എന്ന് പറഞ്ഞ കൃതിയാണ് അവിടുത്തെ നായന്മാർ പഠിക്കുന്നത്. പക്ഷേ തീയന്മാർക്ക് അവിടെ പ്രവേശനമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഭയങ്കര കൗതുകപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബാസൽ മിഷൻ്റെ ഒരു ഹിസ്റ്ററിയിലൂടെ നമ്മൾ മലബാറിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള വികാസം കാണാം. ആളുകളെല്ലാം പല രീതിയിൽ വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു തരം ഹിസ്റ്ററിയാണ്. പക്ഷേ നമ്മളിവിടെ കാണുന്നത് അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനും ഒക്കെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, വലിയ മാറ്റങ്ങളുണ്ടായി. പക്ഷേ ഇത് താഴെത്തട്ടിലേക്ക് വന്നിട്ടില്ല മാറ്റം. ദളിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല, ദളിതരായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ദളിതരായിട്ടുള്ള ആളുകൾ ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥയിലേക്ക് വരുന്നതിനെ ഒരു ഉദാഹരണം മിഷണറിമാർക്ക് പറയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർ ചെയ്തത് വലിയ ഉയർന്ന, അതായത് ഒരു മിഡിൽ കാസ്റ്റ് ലെയറിൻ്റെ മിഡിൽ നിൽക്കുന്ന ഈഴവർ മുതൽ മുകളിലേക്കുള്ള ആളുകൾക്ക് വേണ്ടിയാണ് കൂടുതലും ചെലവഴിച്ചിരുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ വളരെ മോശമായൊരു കണ്ടീഷനാണ്. കേവലമായ 2ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം കാണുന്നു. ഇപ്പോൾ നമ്മൾ പുരോഹിതന്മാരുടെയൊക്കെ ഒരു ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CMS എന്ന് പറഞ്ഞ മിഷൻ 1916 വന്നതാണ്. അവിടെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പുരോഹിതനൊക്കെ 1930-35 അതെന്നത്. അപ്പോൾ ഇതിനിടയിലൊന്നും ഇവർക്ക് യാതൊരു അല്ലെങ്കിൽ ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ കാണും. ഇപ്പോൾ നമ്മൾ വടക്കാഞ്ചേരിയിൽ ഒരു സബ് രജിസ്ട്രാറായിട്ട് കാണുന്ന ഒരു മുസ്ലിമിനെ നമ്മൾ കാണുന്നു, മിഷണറിമാരുടെ പള്ളിക്കൂടത്തിൽ പഠിച്ചത്. എന്നാൽ ആ ഒരു പീരീഡിൽ നമ്മൾ അങ്ങനത്തെ ഒരു വീടിനെ പോലും കാണുന്നില്ല. ദളിതരിൽ നിന്നുള്ളൊരു, അതായത് മിഷണറിമാരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വലിയൊരു ലാൻഡ് ലോഡായിട്ട് മാറിയത്. ഇപ്പോൾ നമ്മൾ തെക്കൻ തിരുവിതാംകൂറിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവസഹായം എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. നാടാർ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹം ശ്രീലങ്കയിലൊക്കെ പോയി പല കങ്കാണി പണിയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ സമ്പന്നനായി വരുന്നു. അദ്ദേഹത്തിൻ്റെ 2 നില വീട് വളരെ വിവാദമായൊക്കെ മാറുന്നുണ്ട് തിരുവിതാംകൂറിലൊക്കെ. അപ്പോൾ അത് നാടാർ വിഭാഗത്തിൻ്റെ വലിയൊരു വളർച്ചയുടെ ഒരു സൂചകമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണുന്നില്ല. ബാക്കി താഴത്തെ ഒരു ലെയറിൽ നമ്മളങ്ങനെ ആളുകൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആളുകളുടെ ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ് മിഷണറിമാരുടെ ഒരു പ്രവർത്തനത്തിലൂടെ ദളിതരായിട്ടുള്ള ആളുകൾക്ക് എന്തോ ഒരു ഉയർച്ച നേടിയിരുന്നു. പക്ഷേ ഇവർ ഉയർച്ച എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിച്ച് ഇവിടുത്തെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ. ഇവരുടെ വിദ്യാഭ്യാസം ഇപ്പം റോബിൻ ജെഫ്രി ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസിൻ്റെ അകത്ത് CMS കോളേജിൻ്റെ ഒരു ഹിസ്റ്ററി കുറേ ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടെ പഠിച്ച കുട്ടികളുടെ എണ്ണം നമ്മൾ പരിശോധിച്ചാൽ മതി. അദ്ദേഹം ജാതി തിരിച്ച് തന്നെ പറയുന്നത്. അവിടെ നായന്മാരെ തന്നെ ഏറ്റവും കൂടുതൽ പഠിച്ചത് നായന്മാർ സുറിയാനും ക്രിസ്ത്യാനികളും തന്നെയാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. അത് CMS എന്നുള്ളൊരു ക്രിസ്ത്യൻ മിഷണറി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കുറേ വർഷങ്ങളോളം ഈ 2 ജാതികൾ മാത്രമാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരും തന്നെ പഠിക്കുന്നില്ല.
എന്ന് വെച്ചാൽ ഈ നായന്മാർ മുഴുവൻ ക്രിസ്ത്യാനിയായെന്ന് ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ്. അതായത് കൊളോണിയലിസത്തിൻ്റെ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയത് ഇവിടുത്തെ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ് അതിന്. അപ്പോൾ അവരിതിനെ ജാതിയെ വേറെ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിൽ ഈ കോംപ്ലക്സിറ്റിക്കകത്ത് ദളിതർക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് കണ്ണുടച്ച് പറയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ ദളിതരെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ വിനിൽ പോൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് ദളിത് ക്രൈസ്തവരെ പറ്റിയാണ്. അപ്പോൾ അവരെ പറ്റി തന്നെ ഞാൻ ചോദിക്കാം. ഈ ദളിത് ക്രൈസ്തവരുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹികമായ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നമ്മൾ കാസ്റ്റിനെയും ഡിസ്ക്രിമിനേഷനും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു അവരുടെ ഒരു പൊസിഷൻ, സോഷ്യൽ പൊസിഷൻ നമ്മൾ തീരുമാനിക്കുന്ന അവരിൽ നിന്ന് എത്ര ഫേമസ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട് അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ എത്ര എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട. അപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മന്ത്രിമാരുടെ MLA-മാരുടെയൊക്കെ ലിസ്റ്റുകൾ പരിശോധിക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരൊക്കെ ആണെങ്കിലും ആയിക്കോട്ടെ, അത്ര അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ വരുന്ന ആ ഒരു പൊസിഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ദളിത് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള ഏറ്റവും നല്ല സൂചനയാണ് 1964 സമയത്താണ് ഒരു പി ചാക്കോ എന്നു പേരുള്ള ഒരു ദളിത് ക്രൈസ്തവ നിയമസഭ MLA വരുന്നുണ്ട്. ഈ തിരുവല്ലയിൽ കോൺഗ്രസിൻ്റെ സീറ്റിൽ നിന്ന് മത്സരിച്ചാണ് ജയിക്കുന്നത്. ഈ 64 ശേഷം ഈ 2024 വരെ അല്ലെങ്കിൽ ഈ 25 വരെ ഒരു ദളിത് ക്രൈസ്തവൻ പോലും നിയമസഭ അംഗം ആയിട്ടില്ല. ഇത്രയും വർഷമായിട്ട് അവർക്ക് യാതൊരു റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ നമ്മൾ മറ്റ് പല മേഖലകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം, അല്ലെങ്കിൽ കോളേജ്, സ്കൂളുകൾ, ഇത്തരത്തിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളൊരു വലിയൊരു പ്രദേശമാണ് കേരളം. ഇന്ത്യയിലെ വേറെ എങ്ങും ഇല്ലാത്തൊരു കാഴ്ച കാണുന്നൊരു പ്രദേശമാണ് കേരളം. കാര്യം എയ്ഡഡ് സ്ഥാപനങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കോളേജുകളാണ് ഇതിൻ്റെ ഭീകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുന്നത്. കാര്യം ഞാനൊരു എയ്ഡഡ് കോളേജിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 3 ജില്ലയിൽ സർക്കാരിന് ഓരോരോ കോളേജ് വീതമുള്ളൂ. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്ന ഒറ്റ കോളേജുള്ളൂ. അതേസമയം അവിടെ 23 എയ്ഡഡ് കോളേജുണ്ട് കോട്ടയം ജില്ലയിൽ. പക്ഷേ UP-യിലും ഗുജറാത്തിലും പോലും ഇത്രയും കാണത്തില്ല. സർക്കാരിന് നേരിട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജ് എന്ന് പറഞ്ഞ് പറഞ്ഞു എയ്ഡഡ് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്ന മാനേജ്മെൻറ്റുകൾ നടത്തുന്ന നിരവധി കോളേജുകളും കാണണം. അപ്പോൾ ഇത് ആരാണ് നടത്തുന്നതെന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഉടമസ്ഥരാരാണ്? അതായത് സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. 50% ഫണ്ട് ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. ആ വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് ആർക്കാണ് ചെല്ലുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന അവിടെയും നമ്മൾ ദളിത് ക്രൈസ്തവ റെപ്രസെൻറ്റേഷൻ നോക്കുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ അധ്യാപക തസ്തികകളിലോ നോൺ ടീച്ചിങ് തസ്തികകളിലോ വളരെ കുറവാണ് അവരുടെ റെപ്രസെൻറ്റേഷൻ കാണുന്നത്. പിന്നെ സ്വന്തമായി നടത്താൻ ശേഷിയുള്ള സ്ഥാപനങ്ങളൊന്നും തന്നെ നമ്മൾ സ്വന്തമായി ഒരു കോളേജ് നടത്താനോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് നടത്താനോ അങ്ങനെ യാതൊരു തര ശേഷിയുമുള്ള ഒരു ദളിത് ക്രൈസ്തവ സഭകളെയോ കൂട്ടങ്ങളെയോ നമ്മളെങ്ങും തന്നെ കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇത് തന്നെയാണ്. ഈ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് ഇവരുടെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള ഏറ്റവും നല്ല തെളിവായിട്ട് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരു സർക്കാർ നിരവധി കമ്മീഷനുകളെയൊക്കെ വെച്ചിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഈ ഒരു വിഭാഗത്തിനെക്കുറിച്ച് പഠിക്കുന്നതിന് മാത്രമായി ഒരു കമ്മീഷൻ അങ്ങനെ കാര്യമായ രീതിയിൽ വന്നിട്ടില്ല. വേറൊരു കാര്യമല്ല, ഇതിനെക്കുറിച്ച് മാത്രം. എന്നാൽ പല സർക്കാരുകളും അവരുടെ ബജറ്റ് അവതരണത്തിൽ ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെക്കും എന്നൊക്കെയുള്ള പല വാഗ്ദാനങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പഠനം, ഔദ്യോഗികമായ ഒരു സർക്കാർ തലത്തിലുള്ള ഒരു പഠനം ഇതുവരെയായിട്ട് അങ്ങനെ കാര്യമായ രീതിയിൽ നടന്നിട്ടില്ല. അപ്പം റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബാക്കി സ്വാഭാവികമായിട്ടും ഭൂമിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. എല്ലാ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ആളുകളെയും പോലെ തന്നെ മറ്റ് പല പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും പ്രധാന കാതലായ പ്രശ്നം അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നതുമായിട്ടുള്ള പ്രശ്നം അവരുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഇല്ലായ്മ. അപ്പോൾ ബാക്കി കമ്മ്യൂണിറ്റികൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സാന്നിധ്യം നിയമസഭകളിലുണ്ട്. ഇപ്പോൾ ഈ ഭൂമിയുടെ പ്രശ്നം, സമ്പത്തിൻ്റെ പ്രശ്നം, ഇതൊക്കെ പറഞ്ഞല്ലോ, അത് ജാതിയുമായി ബന്ധപ്പെട്ടുള്ളതാണോ? അതോ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് നമ്മൾ കരുതണോ? അതോ അത് ജാതിയുമായി ബന്ധപ്പെട്ടാണോ ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം? സ്വാഭാവികമായിട്ടും നമ്മളിത് ജാതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ഇഷ്യൂ കിടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭൂവുടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് തന്നെയുള്ളൊരു അന്വേഷണം നമ്മൾ നടത്തിയാൽ അതിനകത്ത് ആർക്കൊക്കെയാണ് ഭൂമി ഉള്ളത് എന്നുള്ളൊരു പ്രധാന ചോദ്യം. പണ്ട് ആർക്കൊക്കെയാണോ ഭൂമി ഇല്ലായിരുന്നു അവർക്ക് തന്നെയാണ് ഇന്നും ഭൂമി ഇല്ലായിരിക്കുന്നത്. അതായത് കൊളോണിയൽ പീരീഡിൽ ആർക്കൊക്കെയായിരുന്നു ഭൂമി ഉണ്ടായിരുന്നതും ഭൂമി ഇല്ലായിരുന്നതും അതേ അവസ്ഥ തന്നെയാണ് ഇന്നും തുടരുന്നത്. യാതൊരു മാറ്റവും ഇല്ലാതെ ഭൂപരിഷ്കരണം ഒക്കെ പറഞ്ഞ് വേറൊരു രീതിയിൽ വളർന്നുവെങ്കിലും അതൊന്നും ദളിതരെ ബാധിച്ചിട്ടില്ല, ദളിത് ക്രൈസ്തവരെയും ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ സ്വാഭാവികമായിട്ടും ദളിത് ക്രൈസ്തവരെന്ന് പറയുന്നവർ സ്വാഭാവികമായിട്ടും അന്നത്തെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ വാങ്ങിയ പ്രദേശങ്ങളിലൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വലിയൊരു വിഭാഗം ആളുകൾക്കും ഭൂമി സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല.
ഭൂമിയുടെ പേരിൽ ഭൂമി ഒരു കുടുംബത്തിൻ്റെ പേരിലാക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ പല ഇടങ്ങളിലും അവർ പരാജയപ്പെട്ടിരിക്കുക. അപ്പോൾ അത് ഭൂമിയില്ല എന്നുള്ളൊരു പ്രതിസന്ധി വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ 1964 സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കമ്മീഷൻ റിപ്പോർട്ട് SCBC സംവരണമൊക്കെ അതിലൂടെയാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രൊഫഷണലും അല്ലാത്തവരുള്ള വിദ്യാഭ്യാസ സംവരണമൊക്കെ തുടങ്ങുന്നത് സർക്കാർ ഔദ്യോഗികമായിട്ട്. അതായത് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് തിരുക്കൊച്ചിയിൽ ഒരു സംവരണം വരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ 56 നമ്മൾ ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ഒരു പ്രതിസന്ധി രൂപം കൊടുക്കുകയും അങ്ങനെ ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് കുമാരപിള്ള എന്ന് പറഞ്ഞൊരു കമ്മീഷന് ഏർപ്പെടുന്നത് സർക്കാർ. അപ്പോൾ അദ്ദേഹം കുറേയധികം ആളുകളെ ലിസ്റ്റ് ചെയ്യുകയും ജാതികളെ ലിസ്റ്റ് ചെയ്യുകയും അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എടുത്തിട്ടാണ് അത് ആർക്കൊക്കെ കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. 64 കൊടുക്കുന്ന 65 മുതൽ അത് നടപ്പിലാക്കുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കും. അതിൽ പല മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ കുറേ സാമ്പിൾ സർവേ നടത്തുന്നുണ്ട്. അപ്പോൾ ആ സാമ്പിൾ സർവേക്കകത്ത് നമ്മൾ മറ്റ് കമ്മ്യൂണിറ്റികളും അതിനകത്ത് ദളിത് കേസ് ഒരു പ്രധാന കേസായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കേസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലേറ്റവും കുറവ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തു മതത്തിനുള്ളിലുള്ള പല ജാതികൾ വരുന്നു, പല വിഭാഗങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്നുണ്ട്, ആംഗ്ലോ ഇന്ത്യൻ വരുന്നുണ്ട്, SIUC നാടാർ എന്ന് പറയുന്നുണ്ട്, SIUC ഇതര നാടാർ എന്ന് പറയുന്നത് വരുന്നുണ്ട്, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ദളിത് കേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു 5 കാറ്റഗറി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിക്കുള്ളിലുള്ള ഈ ഒരു 5 വിഭാഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരിൽ ഏറ്റവും സാമ്പത്തിക ശേഷി കുറവുള്ളതും ഭൂമി കുറവുള്ളതുമായിട്ടുള്ളത് ഈ ഒരു വിഭാഗമാണ്. അപ്പോൾ അതിനൊരു തുടർച്ചയാണ് നമ്മൾ കാണുന്നത്. ജാതിയുമായി ബന്ധപ്പെട്ടൊരു തുടർച്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഒരു ഭൂമിയുടെ ഒരു പ്രതിസന്ധി. പിന്നെ ഒരു ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ളൊരു കൃത്യമായൊരു പ്രോജക്റ്റ് വരുന്നില്ല. ഇപ്പം ആകെപ്പാടുള്ള പരിവർത്തിത കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിരവധി ജാതികളുള്ള കുറേയധികം പിന്നോക്ക ഹിന്ദുക്കളും ക്രിസ്തുമതം സ്വീകരിച്ച ദളിത് ക്രൈസ്തവരുമുള്ള ഒരു പ്രസ്ഥാനമാണത്. അപ്പോൾ അതിനതിൻ്റേതായ പരിമിതികളുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു, ഭൂമിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ദളിത് ക്രൈസ്തവർക്ക് എല്ലാ തരത്തിലും നമ്മൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു, ഗവൺമെൻറ് എല്ലാ തരത്തിലും കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോഴും ഈ ഒരു സവർണ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു പിന്തുണ അവർക്ക് കിട്ടുമോ? എല്ലാ തരത്തിലും ആ ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ ഒരു പിന്തുണ, ഞാൻ ഉദ്ദേശിച്ചത് മാനസികമായ ഒരു മനോഭാവ മാറ്റം ഉണ്ടാകണമല്ലോ, അത് ഉണ്ടാകുമോ? അതൊരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാര്യം നമുക്കിന്ന് ഈ ക്രിസ്ത്യാനിറ്റിക്കുള്ളിലെ കാസ്റ്റ് എന്നുള്ളതിന് നമുക്കൊരു റിസർച്ചിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഞായറാഴ്ചത്തെ പത്രം മാത്രം എടുത്ത് നോക്കിയാൽ മതി. കല്യാണ പരസ്യങ്ങൾ മാത്രം, വിവാഹ പരസ്യങ്ങൾ മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റുകൾ നിരവധി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സഭയ്ക്കും ഓരോ ജാതിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുള്ള നമ്മുടെ അത് തന്നെയാണ് ഏറ്റവും ബേസ് ആയിട്ട് നിൽക്കുന്നത്. വിവാഹം തന്നെയാണ് ജാതിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു പ്രധാന ഘടകം വിവാഹമാണ്. അപ്പോൾ ആ വിവാഹം ഒരിക്കലും ഒരു ഇന്ന സഭയിലുള്ളൊരു വിശ്വാസി എന്നുള്ള രീതിക്ക് ഒരിക്കലും വരുന്നില്ല. അപ്പോൾ അവിടെയെല്ലാം കാണുന്നത് സിറിയൻ ക്രിസ്ത്യൻ ഇന്ന സഭ, അല്ലെങ്കിൽ പുലയ ക്രിസ്ത്യൻ, അല്ലെങ്കിൽ നാടാർ ക്രിസ്ത്യൻ, ജാതി പേരോടുകൂടി തന്നെയാണ് അവർ വളരെ കൃത്യമായി കല്യാണങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം തന്നെ ഒരിക്കലും മിക്സ് ആകാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു രീതിക്കാണ്. എന്നാൽ വേറെ രീതിയിൽ മിക്സ് ആകുന്ന ഒരു സംഗതി കൂടാണ്. ഇപ്പോൾ സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ നിരവധി ജാതികൾ സംഗമിച്ചിട്ടാണ് അതങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ കുറേ ജാതികൾ ഒരിക്കലും ലയിക്കാതെ നിൽക്കുക. അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത, കുറച്ച് പേര് ലയിക്കപ്പെടും എപ്പോഴും, ഇന്നും ലയിക്കപ്പെടും. പക്ഷേ വേറൊരു കൂട്ടം ആളുകൾ ഒരിക്കലും ലയിക്കപ്പെടില്ല. അവരങ്ങനെ തന്നെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അപ്പം ക്രിസ്തുമതത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെപ്രസെൻറ്റേഷനിലൂടെ നമുക്കൊരിക്കലും, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കാസ്റ്റ് മറികടക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം SC/ST റിസർവേഷനിലൂടെ ഒരിക്കലും ജാതി പരിഹരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ OBC റിസർവേഷനിലൂടെ ജാതി പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ നമ്മളിവിടെ കാണുന്നൊരു കാഴ്ച ഇവിടുത്തെ ബിഷപ്പുമാരെ നമ്മൾ പരിശോധിക്കുക, പുരോഹിതന്മാരെ പരിശോധിക്കുക, ഈ സഭാ സ്ഥാപനങ്ങളിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ പരിശോധിക്കുക. അവിടെയെല്ലാം നമ്മൾ വേറെ ആരും കാണുന്നില്ല. അപ്പോൾ അതെല്ലാം ജാതി അടിസ്ഥാനത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോരുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഒരിക്കലും ഇതൊരു മിക്സാകാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നില്ല ഇത്. പക്ഷേ ഈ സംവരണത്തിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരുതരം ഇതിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാം. ഒരു സാമ്പത്തികപരമായിട്ടൊരു ഉന്നതി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ഒരു പരിധിയോളം മറ്റ് ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നൊരു അടിപിടിയും അങ്ങനത്തെ ആക്രമണ സ്വഭാവത്തിനൊക്കെ ഒരു കുറവ് ഉണ്ടാകാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം വരുന്നത്. അല്ല, ഇതൊരിക്കലും ഒരു സോൾവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായി മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല.